പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധാനത്തിൽ കടന്നു വരുവാൻ, തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് തന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഈ ലോകത്തിൽ ആധുനിക ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വലിയ പട്ടണങ്ങളെയും വലിയ വലിയ റോഡ് വികസനങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പണ്ടത്തെ പോലല്ല റോഡുകളൊക്കെ. വിശാലമായ റോഡുകൾ, അതിശയിപ്പിക്കുന്ന ഓവർ ബ്രിഡ്ജുകൾ, വഴി സൗകര്യങ്ങൾ എല്ലായിടത്തുമുണ്ട്. നമ്മുടെ നാട്ടിലും വഴികളെല്ലാം പുരോഗമിച്ചു. കുണ്ടും കുഴിയും എല്ലാം നികന്ന് നല്ല വിശാലമായ വഴി ഹൈവേകൾ രൂപപ്പെട്ടു. ഈ വഴികളിലൊക്കെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. നേരെ പോയാൽ ഇന്ന വഴിയെ ചെല്ലും, വലത്തോട്ട് തിരിഞ്ഞാൽ ഇന്നടുത്ത് ചെല്ലാം, ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇന്നടുത്ത് ചെല്ലാം എന്നൊക്കെ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ചൂണ്ടുപലകകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് പല ചില നിർദ്ദേശങ്ങൾ അടങ്ങിയതായ കല്ലുകളിലൊക്കെ കുത്തു വെച്ചിരുന്നതായ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ചില കാര്യങ്ങളൊക്കെ കല്ലുകളിലൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു: പണ്ടൊക്കെ റോഡ് മുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോവുക. അതുപോലെ അപകടകരമായ പല കാര്യങ്ങളും അതിലൊക്കെ മുൻകുറിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആധുനികമായ സൗകര്യങ്ങൾ വന്നപ്പോൾ എല്ലാം വ്യത്യസ്തമായി. ഒരു ടെലിഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ചെന്നെത്തേണ്ട സ്ഥാനത്ത് നമുക്ക് ചെന്നെത്താം. ആരോടും വഴി ചോദിക്കേണ്ട. ഇന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ചെല്ലേണ്ട സ്ഥലത്തെ അഡ്രസ്സ് മാത്രം ടെലിഫോണിൽ അടിച്ചിട്ട് മാപ്പ് ഓൺ ചെയ്താൽ മതി. ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമ്മളെ സ്ഥാനത്ത് എത്തിക്കും. എന്നാൽ ഈ ഇൻ്റർനെറ്റ് മാപ്പിനെയും നമുക്ക് 100% വിശ്വസിക്കാനൊക്കത്തില്ല. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ഞാൻ വായിക്കുകയുണ്ടായി. 2 സഹോദരങ്ങൾ രാത്രിയിൽ അതിവേഗത്തിൽ കാർ ഓടിച്ചു പോവുകയാണ്. മാപ്പ് നോക്കിയാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇരുട്ടാണ്. അപ്പോൾ ചെന്ന് ഈ കാർ ചാടിയത് ഒരു ആറ്റിലേക്കാണ്. എന്താണെന്നറിയാം, മാപ്പിൽ റോങ് ആയിട്ടാണ് അത് സൂചന കൊടുത്തിരുന്നത്. മുമ്പിൽ വെള്ളം കയറി അല്ലെങ്കിൽ ആറ് കടന്നു പോകുന്നെന്ന്, ആ റോഡിൽ ഒരു ആറ് ക്രോസ് ചെയ്യുന്നെന്നുള്ള കാര്യം ഈ മാപ്പിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ ആ യുവാക്കൾ ആറ്റിൽ ആ വാഹനവുമായിട്ട് ചെന്ന് ചാടി അത് മരണപ്പെടുന്നതിനിടയായിത്തീർന്നു. അപ്പോൾ ഈ മാപ്പും 100% സുരക്ഷിതമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നാം ഈ പറയുന്നതെല്ലാം ഒരു വഴി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൂചകങ്ങളും ചൂണ്ടുപലകകളും നമുക്ക് സഹായകമാകുകയുള്ളൂ. എന്നാൽ വഴിയില്ല എങ്കിൽ എന്തു ചെയ്യും? അവിടെയാണ് പ്രശ്നം. നമ്മൾ മുൻപോട്ട് ചെല്ലുമ്പോൾ ആ വഴി അവിടെ നിൽക്കുക, അവിടെ വരെ ഉള്ളൂ. മുൻപിൽ കാട്ടുപ്രദേശം അല്ലെങ്കിൽ മരുഭൂമിയാണ്. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും വേണം. നമ്മൾ എന്തു ചെയ്യും? ആരോട് ചോദിക്കും? ആരാണ് നമുക്ക് വഴി പറഞ്ഞു തരുന്നത്? വഴി ചോദിച്ചിരുന്നാൽ ഒരു വഴി ഉണ്ടെങ്കിലല്ലേ വാഹനത്തിന് പോകാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ മഹത്വകരമായ ഒരു വലിയ പ്രത്യാശയുടെ അനുഭവം. നമുക്ക് വായിക്കാം. നമ്മുടെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം: ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിനക്ക് മുമ്പിൽ നിനക്ക് വേണ്ടി വഴി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിന് വേണ്ടി പിതാവായ ദൈവം കൊടുത്തതായ ഒരു വാഗ്ദത്തമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വളരെ വിശകലനമായിട്ട് എങ്ങനെയുള്ള വഴികളാണ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറയുന്ന വചനമാണ്: തനിക്ക് മുമ്പായി ഒരു ദൂതനെ അയച്ച് ആ ദൂതൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നൊക്കെ യോഹന്നാനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. താൻ മരുഭൂമിയിലാണ് പാർക്കുന്നത്. അതിൻ്റെ അർത്ഥം മരുഭൂമിയിൽ വഴികൾ ഒരുക്കുകയാണ്. മരുഭൂമിയിൽ എന്താണ് വഴി? മരുഭൂമിയിൽ റോഡ് വെട്ടുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് മരുഭൂമിയിൽ റോഡ് വെട്ടുക? ആ മരുഭൂമിയിലെ വഴികൾ എത്ര വലിയ റോഡുകൾ വെട്ടിയിരുന്നാലും അല്പസമയത്തിനുള്ളിൽ മണൽക്കാറ്റ് വന്നാൽ മണൽ കൊണ്ട് മൂടും. അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായ വലിയ ഹൈവേ അല്ലെങ്കിൽ ആധുനികകരമായിട്ട് അത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം സ്തംഭങ്ങൾ നാട്ടണം. ഈ സ്തംഭങ്ങൾ നാട്ടി ഈ സ്തംഭങ്ങളുടെ ലക്ഷ്യത്തിലാണ് പിന്നീട് ഇന്നടത്ത് വഴിയാണ്, ഉറച്ച സ്ഥലമാണെന്ന് ആ വഴിയിൽ കൂടെ വാഹനം ഓടിക്കുന്നവർ കാണുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഈ സ്തംഭങ്ങൾ എന്ന് പറയുന്നത് സാക്ഷ്യങ്ങളാണ്. അതാണ് കർത്താവിനെ കുറിച്ച്, മനുഷ്യപുത്രനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ എത്രയേ യോഹന്നാൻ സ്നാപകനെ കർത്താവ് ദൈവം ഈ ഭൂമിയിൽ അയച്ചത്. വരുവാനുള്ളവനെ കുറിച്ചുള്ളതായ സാക്ഷ്യം എവിടെ? മരുഭൂമിയിൽ, ഒരു പാർപ്പില്ലാത്തടത്ത്, ഒരു വൃക്ഷങ്ങളില്ലാത്തടത്ത്, ഒരു കൽക്കൂമ്പാരമില്ലാത്തടത്ത്, ഒന്നും അടയാളമില്ലാത്തടത്ത് സ്തംഭങ്ങൾ സാക്ഷ്യങ്ങളായി നാട്ടുന്നു. അത് കർത്താവിന് ഈ സാക്ഷ്യം ഒരടയാളമായിരിക്കുന്നു. ഇന്ന വഴിയിൽ കൂടെ പോകുവാൻ മരുഭൂമിയിൽ കർത്താവിനൊരു മാർഗനിർദ്ദേശം. എന്നാൽ വഴി കാണാതെ അലയുന്നതായ തന്നെ അനുഗമിക്കുന്ന ജനങ്ങൾ എന്തു ചെയ്യും? അവർക്ക് വേണ്ടി യോഹന്നാൻ സ്നാപകൻ വന്നിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ നാട്ടിയതായ സാക്ഷ്യങ്ങളൊന്നും ആ സ്തംഭങ്ങളൊന്നും യേശുവിൻ്റെ പുറകെ വരുന്ന ജനങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അവർക്ക് വേണ്ടി കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വഴി കാണാതെ അലയുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി ദൈവം കൊടുക്കുന്നതായ വാഗ്ദത്തമാണ്, ഞാനാകുന്ന വഴി, എന്നിൽ നടക്കുകയും. എന്നിൽ നടക്കുന്നതിന് ചില വ്യവസ്ഥയുണ്ട്. ഞാൻ തന്നെ വഴിയും, അതിന് അടുത്തത് വരുന്നത് സത്യവും, അതിനുശേഷം ജീവനുമാകുന്നു. അപ്പോൾ കർത്താവിൽ കൂടെ നടന്ന് സത്യമാചരിച്ച് ആ യാത്ര ചെയ്യുന്നവരുടെ അവസാനത്തിങ്കൽ അവർ ചെന്നെത്തുന്നത് ജീവനിലേക്ക്. അപ്പോൾ നമ്മുടെ കർത്താവിൽ കൂടെയുള്ളതായ യാത്രയിൽ സത്യമില്ല എങ്കിൽ നടുവിൽ വെച്ച് കുഴച്ചിലുണ്ടാകും. മരുഭൂമിയിൽ വെച്ച് നമുക്ക് കുഴച്ചിലുണ്ടാകും. വഴി കാണാതെ കർത്താവ് നമ്മെ വിടും. അപ്പോൾ സത്യമില്ലാതെ കർത്താവിൽ കൂടെ നടക്കാൻ കഴിയില്ല. എവിടം വരെ സത്യം നമ്മളിൽ നിലനിൽക്കുന്നുവോ അവിടെ വരെ മാത്രമേ കർത്താവിലെ യാത്ര നമുക്ക് സാധ്യമാകുകയുള്ളൂ. നമുക്ക് പിന്നീട് മുൻപോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ മരുഭൂമിയിൽ കൈവിടപ്പെട്ടു പോകും. ആരും ആശ്രയമില്ലാത്തവരായിപ്പോവും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൻ്റെ നാനാ തുറമുഖത്ത് പ്രശ്നങ്ങളിലും വഴി കാണാതെ അലയുന്ന മരുഭൂമിയുടെ അവസ്ഥ ആര് നേരിടുന്നു? അവർക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ശക്തിയായി നമ്മോട് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ കൽപ്പിക്കുവാൻ സാധ്യമാക്കേണ്ടതിന്, ഇല്ലെങ്കിൽ നമ്മിൽ ജീവൻ ഉണ്ടാകേണ്ടതിന്, നാം മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവന്റെ വഴിയിലേക്ക് വരേണ്ടതിന് നമ്മിൽ ആദ്യം സത്യം സ്ഥാപിക്കുന്നു. കർത്താവിൽ കൂടെ സത്യത്തിൽ കൂടെ നടക്കുവാൻ നമ്മെ അഭ്യസിപ്പിക്കുന്നു. അങ്ങനെ കർത്താവിൽ നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ച് നടക്കുവാനും സത്യത്തെ ആചരിക്കുവാനും നാം അഭ്യസിപ്പിക്കുമ്പോൾ അത് ജീവനിലേക്കുള്ള വഴിയാണ്. എന്ന് പറഞ്ഞാൽ ചലിക്കുന്നവരാണ്, മരിക്കുന്നവരല്ല. ഇല്ല എങ്കിൽ നമ്മളെ മരണഭാഷങ്ങൾ ഇങ്ങനെ നമ്മളെ മുറുക്കിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ മരണത്തിൻ്റെ ഭയം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. എത്രത്തോളം ഓരോരോ വേദനകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ മരണത്തിൻ്റെ പാശങ്ങളാൽ അല്ലെങ്കിൽ കയറുകളാൽ നമുക്ക് മുറുക്കി നമ്മളെ കിട്ടുന്ന ഒരനുഭവം. മുൻപോട്ട് വഴിയില്ല, മുൻപോട്ട് നടക്കുവാൻ വഴിയില്ല, യാത്ര പോകാൻ കഴിയില്ല. നമ്മുടെ വാഹനം അവിടെ സ്റ്റോപ്പാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില സ്തംഭങ്ങളുടെ കാഴ്ച നമ്മൾ കാണുന്നുണ്ടെങ്കിലും അത് യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്ന സാക്ഷ്യമാണ്. ആ ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല. ആ ലക്ഷ്യം അതൊന്നും നമുക്ക് ലക്ഷ്യം തരുന്നതല്ല. അത് കർത്താവിന് വേണ്ടിയുള്ളതായ ലക്ഷ്യം. എന്നാൽ നമുക്കോ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് അതല്ല വലുതായിട്ട് നിങ്ങൾക്കുള്ളതായ അനുഭവം. നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ എന്നിൽ കൂടെ കടന്നു വരണം. ഞാൻ ആ ലക്ഷ്യത്തോടു കൂടെ പോകുമ്പോൾ അവനിൽ യാത്ര ചെയ്യുവാൻ ആരഭ്യസിക്കുന്നുവോ അവർക്കാണ് ജീവന്റെ മഹത്വത്തിൽ നടക്കുവാൻ കഴിയുന്നത്, ജീവന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ കഴിയുന്നത്. പല പ്രശ്നങ്ങളിലും നമ്മുടെ ജീവിതം പലപ്പോഴും മരുഭൂമിയിൽ കുഴയുന്ന അനുഭവമാണ്. മുമ്പിൽ അടയാളമായി കാണുവാൻ ഒന്നുമില്ല. ഒരു മനുഷ്യരും മരുഭൂമിയിൽ താമസിക്കുന്നില്ല, വീട് വെച്ച് താമസിക്കുന്നില്ലെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കാമായിരുന്നു. വളരെ ദുർഘടകരമായ കാലത്ത് അല്ലെങ്കിൽ ദുർഘടകരമായ സമയങ്ങളിൽ, ദുർഘടമായ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ കുഴയുമ്പോൾ ഇവിടെ ഇതാ കർത്താവ് നമുക്ക് വഴിയായിട്ട് വരുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ആശ്രയമാക്കി പോകുമ്പോൾ നമ്മുടെ വഴികളിൽ വലിയൊരു വിശാലതയുണ്ടാകും. ഇടുങ്ങിയതായ പാതകളിൽ എങ്ങനെ നടക്കണമെന്ന് കർത്താവ് നമ്മെ അഭ്യസിപ്പിക്കുന്നു. എങ്ങനെയാണ് അഭ്യസനം നടക്കുന്നത് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ സത്യത്തെ കർത്താവ് സ്ഥാപിക്കുന്നതിനാൽ. സത്യം നമ്മളിൽ നിലനിൽക്കണം. നമ്മൾ സംസാരിക്കുന്നത് സത്യമായിരിക്കണം. സത്യത്തിന് സാക്ഷി നമ്മൾ പറയണം.
ആരാണ് സത്യം? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന, അല്ലെങ്കിൽ സത്യമാകുന്ന യേശുവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുമ്പോൾ അവരിൽ നടക്കുവാൻ നമ്മുടെ കാലുകൾക്ക് ബലമുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പല പ്രശ്നങ്ങളിലും, കുടുംബ പ്രശ്നങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, മുൻപോട്ട് കടന്നു പോകാൻ അല്പം പോലും സാധ്യമല്ല എന്ന് നിന്റെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവരുമ്പോൾ അവിടെ മരുഭൂമിയാണ്. സത്യം അല്ലെങ്കിൽ കർത്താവിൽ നടക്കാൻ, സത്യത്തോടുകൂടെ നടക്കാൻ കഴിയാതെ വരുന്ന ഉടനെ നമ്മെ മരണത്തിൻ്റെ പാശങ്ങൾ മുറുക്കും. മരണമാണ് മുൻപോട്ട് പോകുന്നത്, മരണമാണ്, മരിക്കേണ്ടി വരും, ചാകേണ്ടി വരുമെന്നൊക്കെ നമ്മെ പറഞ്ഞങ്ങ് ഭയപ്പെടുത്തും. മരണത്തിൻ്റെ പാശങ്ങളുണ്ട്, കയറുകളുണ്ട്, പല രീതിയിലുള്ളതായ കയറുകൾ നമ്മെ മുറുക്കിക്കൊണ്ടിരിക്കും. എന്നാൽ സത്യത്തിന് സാക്ഷ്യം പറയുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ ആ കയറുകളൊക്കെയും തനിയെ പൊട്ടുന്നതിനിടയായിത്തീരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുൻപിലുള്ളതായ കർത്താവ് മുൻപോട്ട് യാത്ര ചെയ്ത ആ പാതയിൽ കൂടെ യേശുവിൻ്റെ പുറകെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതാണ് സമാധാനം. അവിടെ ആശ്വാസമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, നമ്മുടെ ദുഃഖങ്ങളെല്ലാം അവിടെ മാറിപ്പോകും. ജീവൻ്റെ വഴി നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ആ തുറമുഖത്ത്, ജീവൻ്റെ തുറമുഖത്തേക്ക് നമുക്ക് ചെന്നെത്തുവാൻ അത് നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തെ ഒന്നുകൂടെ നിങ്ങൾ നോക്കുക. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും. നമുക്ക് വേണ്ടി അയക്കപ്പെടുന്ന ദൂതൻ ആരാണെന്നറിയോ? കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിന് വേണ്ടി പിതാവ് അയച്ച ദൂതനാണ് യോഹന്നാൻ സ്നാപകൻ. അവൻ മരുഭൂമിയിൽ സാക്ഷ്യം പറയുന്നവനായിരുന്നു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവനാകുന്നു. ആ സാക്ഷ്യത്തിന് അടിസ്ഥാനമായി യേശുവിൻ്റെ യാത്ര മരുഭൂമിയിൽ കൂടെ ആശ്രയം ആരുമില്ലാത്ത സ്ഥാനത്തുകൂടെ യേശു പോയപ്പോൾ പുറകിൽ വരുന്ന ആശ്രിതമില്ലാത്ത ദരിദ്രരായിട്ടുള്ള, സാധുക്കളായിട്ടുള്ള, തന്നിൽ വിശ്വസിക്കുന്ന, സമാധാനമില്ലാത്ത, അധ്വാനിക്കുന്നവരായ, ഭാരം ചുമക്കുന്നവരായ രോഗികളും ബലഹീനരും ഭൂതഗ്രസ്തരും മാറാ രോഗങ്ങൾക്കും ജന്മനാലുള്ള രോഗങ്ങൾക്കും അനേക അടിമത്തരങ്ങൾക്കും അനേക വൈഷമ്യങ്ങൾക്കും ഇല്ലെങ്കിൽ ആ അനേക പ്രയാസങ്ങളിൽ കൂടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സാധുക്കളായിട്ടുള്ളവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നിങ്ങൾ വഴി കാണാത്തതിൽ നിങ്ങൾ പരിഭവപ്പെടരുത്, അസമാധാനം അനുഭവിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്, അത് ഞാനാകുന്നു. ആ യേശുവിൽ നാം പാദങ്ങൾ ഉയർത്തുവാൻ, പാദങ്ങൾ ഉറപ്പിക്കുവാൻ നാം അഭ്യസിക്കുന്നുവെങ്കിൽ നാം അറിയാതെ നമ്മിൽ സത്യം വാഴുന്നതിനിടയായിത്തീരും. നമ്മൾ സത്യത്തിന് സാക്ഷികളാകും. നമ്മൾ സംസാരിക്കുന്നതൊക്കെ സത്യമാകും. എന്നാൽ നമ്മുടെ ദിശ തെറ്റിപ്പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഫോഷ്ക്ക് കയറി വരും. നമ്മൾ പറയുന്നതെല്ലാം കള്ളങ്ങളായിട്ട് മാറും. കള്ളത്തെ ഉച്ചരിക്കുവാൻ നമ്മൾ തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോൾ മുൻപിൽ നമ്മുടെ വഴികൾ മങ്ങിയിരിക്കുന്നതായി കാണും. ആദ്യം മങ്ങൽ തുടങ്ങും. അങ്ങനെ വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കായിട്ട് മാറും. അതിനു മുമ്പ് ഇരുട്ട് നമ്മെ പിടിച്ചടക്കുന്നതിന് മുമ്പ് വെളിച്ചത്തിൽ നടക്കുവാൻ അഭ്യസിപ്പിൻ. അതാണ് കർത്താവ് പറയുന്നത്. ഇരുട്ട് നിങ്ങളെ മൂടിക്കളയാതിരിക്കേണ്ടതിന് നിങ്ങൾ വെളിച്ചത്തിൽ നടപ്പീൻ, നിങ്ങൾ വെളിച്ചമായിരിപ്പീൻ, അനേകർക്ക് നിങ്ങൾ വെളിച്ചം കൊടുപ്പീൻ. കർത്താവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യം, നമ്മെക്കുറിച്ചുള്ളതായ സത്യത്തിൻ്റെ സാക്ഷ്യം നമ്മളെ സ്വതന്ത്രരാക്കും, നമ്മളെ സമാധാനമുള്ളവരാക്കും, നമ്മുടെ ഭവനത്തിൽ സമാധാനം കൊണ്ടുവരും. ഇല്ല എങ്കിൽ ഈ യേശുവിൽ കൂടെ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ്. ആധുനികതയും സമ്പത്തും പണവും അല്ലെങ്കിൽ ആധുനിക ടെക്നോളജികളെല്ലാം ഫെയിലാകുന്ന ചില സ്ഥാനങ്ങളുണ്ട്. എവിടെയൊക്കെ വഴികളുണ്ടോ അവിടെ മാത്രമേ ഈ ടെക്നോളജി വിജയിക്കത്തുള്ളൂ. വിശാലമായ റോഡുകളുണ്ടോ അവിടെ മാത്രമേ മാർഗനിർദ്ദേശങ്ങൾ നമ്മളെ സഹായിക്കുകയുള്ളൂ. എന്നാൽ റോഡുകൾ ഇല്ലാത്ത മരുഭൂമിയുടെ അവസ്ഥ നിന്റെ മുൻപിൽ വരുമ്പോൾ നീ എങ്ങനെ യാത്രയാകും? കാലാളുകളുടെ കൂടെ ഓടിപ്പോയി നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോട് എങ്ങനെ ഓടും? ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മരുഭൂമിയുടെ സ്ഥാനത്ത് നീ യാത്ര ചെയ്യുന്നത്? ആ സ്ഥാനത്ത് യാത്ര ചെയ്യുവാൻ ഒരു വഴിയെ നിന്റെ ജീവിതത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിന്റെ ഭവനത്തിലേക്ക് ഈ വഴി ജീവനും സത്യവും സമാധാനമായി കടന്നു വരുന്നു. ഈ സമാധാനത്തെ അനുഭവിപ്പാൻ ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. നിന്റെ തലമുറകളെ സഹായിക്കട്ടെ, നിന്റെ കുടുംബങ്ങളെ സഹായിക്കട്ടെ, ജീവിതത്തെ സഹായിക്കട്ടെ, സഹോദരങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.